സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ F5. ശ്രദ്ധിക്കുക, ചില ലാപ്ടോപ്സിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും F1 to F12 ഡയറക്റ്റ് പ്രസ് ചെയ്താൽ മൾട്ടിമീഡിയ ഫീച്ചേഴ്സ് വർക്കാകില്ല. അത്തരം സിറ്റുവേഷനുകളിൽ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് വേണം F1 to F12 കീസ് യൂസ് ചെയ്യാൻ. പ്രസന്റേഷന്റെ ഇടയിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടി എൻ്റർ അല്ലെങ്കിൽ ആരോ കീ അല്ലെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ. സ്ലൈഡ് ഷോ ടൈമിൽ നമുക്ക് വേണ്ടുന്ന സ്ലൈഡിലോട്ട് പോകാൻ വേണ്ടി Ctrl+S. സ്ലൈഡിന്റെ ലിസ്റ്റ് അടങ്ങിയ ഡയലോഗ് ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സ്ലൈഡ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിൽ മൈനസ് പ്രസ് ചെയ്യുക. മൈനസ്. എല്ലാ സ്ലൈഡും സൂം ഔട്ടായി കാണിക്കും. അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യാം. പ്രസന്റേഷന്റെ ഇടയ്ക്ക് നമുക്കൊരു സ്ലൈഡ് സൂം ചെയ്യാൻ വേണ്ടി പ്ലസ്, സൂം ഔട്ട് ആക്കാൻ വേണ്ടി മൈനസ്. പ്രസന്റേഷന്റെ ഇടയിൽ ബ്ലാക്ക് സ്ക്രീൻ കിട്ടാൻ വേണ്ടി കീബോർഡിൽ B. തിരികെ സ്ലൈഡിലോട്ട് വരാൻ വേണ്ടി എസ്കേപ്പ്. വൈറ്റ് സ്ക്രീൻ കിട്ടാൻ വേണ്ടി W. തിരികെ വരാൻ എസ്കേപ്പ്. നമ്മൾ ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പം ആക്റ്റീവ് സ്ലൈഡ് ഏത് സ്ലൈഡിലായിരുന്നാലും പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ നിന്നായിരിക്കും സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. നമ്മൾ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് ആയിരിക്കും ആദ്യമേ കാണിക്കുന്നത്. കണ്ടോ? ആക്റ്റീവ് സ്ലൈഡിനെ തന്നെ നമുക്ക് പ്രസന്റേഷന്റെ ഫസ്റ്റ് സ്ലൈഡ് ആക്കാൻ വേണ്ടി ഷിഫ്റ്റ് F5. കണ്ടോ? പ്രസന്റേഷന്റെ ഇടയ്ക്ക് മൗസ് പോയിന്റ് ഹൈലൈറ്റർ ആക്കാൻ Ctrl+I. നമുക്ക് ടോപ്പിക്ക് ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്യാം. മൗസ് പോയിന്റർ ലേസർ പോയിന്റ് ആക്കാൻ Ctrl+L. പെൻ ആക്കാൻ വേണ്ടി Ctrl+P. നമുക്ക് പെൻ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇറേസ് ചെയ്യാൻ വേണ്ടി Ctrl+E. ആ ടൈമിൽ മൗസ് പോയിന്റർ ഇറേസർ ആവും. നമുക്ക് ആവശ്യമുള്ളത് ഇറേസ് ചെയ്യാം. ഒന്നുകൂടി നമ്മുടെ മൗസ് പോയിന്റർ പെൻ ആക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തു. നമ്മൾ Ctrl+E പ്രസ് ചെയ്ത ഇറേസർ ആവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇറേസ് ആവത്തുള്ളൂ. നമുക്ക് സ്ക്രീനിൽ എന്തൊക്കെ നമ്മൾ വരച്ചോ അത് മുഴുവനും ഇറേസ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ E. ഫുൾ ഇറേസ് ആയി പോകും. നമ്മൾ ഈ മൗസ് പോയിന്റർ ഹൈലൈറ്ററും പെന്നും ആക്കുന്ന ടൈമിൽ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പോയിന്റർ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ്, അതിൽ ഇങ്ക് കളർ. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. കളർ തിരികെ കൊണ്ടുവരാൻ വേണ്ടി E. മൗസ് പോയിന്റർ തിരികെ കൊണ്ടുവരാൻ വേണ്ടി Ctrl+A. നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ഷോർട്ട് കട്ട്സും അവയുടെ കൂടെ വേറെ ഷോർട്ട് കട്ട്സും ചേർത്ത് പവർ പോയിന്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി F1. ഷോർട്ട് കട്ട്സ് അടങ്ങുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.